അപ്പൊ ഇതാണ് നമ്മുടെ പപ്പീസിന്റെ മദർ എന്ന് പറയുന്നത്. ഒരു സേഫ്റ്റിക്കാണ് ആക്ച്വലി ലീഷ് ഇതാണ്. അപ്പോ ഒരു സേഫ്റ്റിക്ക് ഒരു കയറും കൂടി ഇട്ട് പിടിച്ചേക്കാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കടിക്കും. ഉറപ്പല്ലേ? കടി ഉറപ്പാണ്. ഉറപ്പാണ്. കടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എഴുതി ഒപ്പിട്ട്. അപ്പൊ ഒരു സമാധാനത്തിൽ ഞാനിങ്ങനെ ബേക്കിലേക്ക് നിൽക്കുന്ന കുറെ നേരം ഇങ്ങനെ നിന്നിട്ടാണ് മൂപ്പര് എന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു തോന്നൽ പുള്ളിക്കാരിക്ക് വരുത്തിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നേരെ നമ്മളെ ക്യാമറാമാൻ്റെ ബാക്കിലായിട്ട് ഒരു റോട്ട് വെയിലറും കൂടി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി ആ റോട്ട് വെയിലർ മെയിലിനെ ഫോക്കസ് ചെയ്ത് നിൽക്കണം. അപ്പോൾ പുള്ളിക്കാരൻ ഇടയ്ക്ക് ഡോറ് തുറക്കാൻ നോക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒന്ന് അഗ്രസീവായിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ മെയിറ്റ് ചെയ്യാൻ പോയ സമയത്ത് മെയിലിന് ചാർജ് ചെയ്തു. പുള്ളി വിയറ്റ്നാം മുമ്പോട്ട് നമ്മളെ പുള്ളിന് ചാർജ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കടി കിട്ടിയില്ല, മുഖം ഫേസ് കെട്ടിയാരനെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കടിപിടിയായിരുന്നു, ഉറപ്പായിരുന്നു. അപ്പോൾ മെയില് അപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡർ നമ്മളൊരു കോമ്പിനേഷൻ ആണെന്നുള്ള ചിന്തയൊന്നും ആൾക്കില്ല. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ മെയിലാണെങ്കിൽ ചാർജ് ആവും. പിന്നെ റോട്ട് വെയിലറും മെൽനോയ്സും തമ്മിൽ കടിപിടിയായി, നാട്ടുകാരായി, പ്രശ്നങ്ങളായി. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് സമാധാനമായിട്ട് വീഡിയോ എടുക്കാം. നല്ല രസമുള്ളൊരു ഫീമെയിൽ ആട്ടോ ഇത്. ഫീമെയില് ആക്ച്വലി നല്ല ബ്ലഡ് ലൈനും കൂടി ഉള്ള ഫീമെയിലാണ്. ഗ്രാൻഡ് ഡോട്ടർ അല്ലേ? ഹാൾഡൻ ഡിറ്റക്ഷൻ ഡോഗിന്റെ സണ്ണാണ് അപ്പോളോ. അപ്പോളോന്റെ ഗ്രാൻഡ് ഡോട്ടറാണ് ഇവള്. ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, പപ്പീസൊക്കെ ആയതിനു ശേഷം അത്യാവശ്യം ഉടഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നന്നായിട്ട് ഫില്ല് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആള് ഞാനാണ് മനസ്സിലാത്തോണ്ടുള്ള സേഫ്റ്റി ആണല്ലേ. അതെ, അവള് ആ റോട്ടിനാണ് ചാർജ് ചെയ്ത് നിക്കണേ. അല്ല അന്ന് മറ്റേ എന്തോ ഒരാളെ അത് ഒരു ദിവസം ഇതേപോലെ ബുള്ളറ്റ് വന്നായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇവിടെ എന്ത് ചെയ്തു, ഒറ്റ വലിക്ക് ചങ്ങല ഉണ്ടായിരുന്നു, അത് പൊട്ടി ബുള്ളറ്റിന്റെ പിന്നാലെ പാഞ്ഞു. അപ്പൊ അതിനുശേഷം അത് പ്രത്യേകിച്ച് ആ സൗണ്ട് കേൾക്കില്ലേ, അത് ഭയങ്കരമായിട്ട് ഒരു ഇതാണ്. അപ്പൊ ചെറുപ്പത്തില് നമ്മൾ അഴിച്ചിടുമ്പോ പാലുകാര് അതുപോലെ പേപ്പറുകാരൊക്കെ വരുന്നവരുടെ പിന്നാലെ ചാർജ് ചെയ്യുന്ന ഒരു ശീലമുള്ള ചെറുപ്പത്തിലേ ഉണ്ട്. അവളെന്നെ കുട്ടിയായിരിക്കുമ്പോ നമ്മള് വീട്ടിലിടുമ്പോ. അപ്പൊ അത് കാരണം അവര് വന്ന് നേരെ ഇട്ടേച്ച് പോവുള്ളൂ, ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് എറിഞ്ഞിട്ട് പോവുള്ളൂ. അപ്പൊ അതിന്റെ ഇത് കാരണം നല്ല ചാർജിങ് ആയിരുന്നു. അന്ന് നമ്മൾ പെട്ടെന്ന് 2 പ്രാവശ്യം ലീഷ് പൊട്ടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മളൊന്ന് ഒരു പ്രിക്കോഷൻ എടുത്തിട്ട് ഇറക്കുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇറക്കാനുള്ള ഒരു ധൈര്യം ഇല്ല. അത് കാരണമാണ് ഇതും കൂടി ഇട്ടിരിക്കുന്നത്. എന്റെ ധൈര്യം എന്ന് പറയുന്നത് ഈ 2 ലീഷാട്ടോ, ഈ 2 കയറാട്ടോ. അതിനപ്പുറത്തേക്ക് ഒരു ധൈര്യം എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ മെൽനോയ്സിന്റെ പ്രശ്നം എന്താ പറയുക, ഒരു കടി അടിച്ചിട്ട് കടിച്ചിങ്ങ് വലിക്കൂല. ആ കടി ഒറ്റ കടിയല്ല, പല കടിയായിട്ട് കിട്ടുക. ഒരു കടി അടിക്കും വിടും, അടുത്ത കടി അടിക്കും വിടും. അപ്പൊ പല കടിയായിട്ട് നമുക്ക് കിട്ടുക. കടീന്റെ അയ്യരുകളിയായിരിക്കും, മേല് മൊത്തം പാടായിരിക്കും. പിന്നെ ഒരു ദിവസം ഓട്ടോയിൽ സാധാരണ നമ്മൾ ഡോഗ്സിനെ നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഡോഗ്സ് കുറച്ചൊന്നും ഒതുങ്ങുമല്ലോ. ഇവിടെ ഓട്ടോയിൽ എവിടെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ മീറ്റ് കഴിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ഇതുപോലെ കിടന്ന് ചാടി ഓട്ടോയുടെ സൈഡിൽ ഒരു ബൈക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. ബൈക്കാരൻ ബൈക്ക് ഇട്ടിട്ട് ഓടിപ്പോയി. അതൊരു റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ സ്റ്റോപ്പ് ചെയ്തപ്പോ വണ്ടി നിർത്തിയിട്ടൊക്കെയാണല്ലോ. അപ്പൊ ബൈക്കാരൻ നല്ല സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ സൈഡിൽ വന്നു. അപ്പൊ അവള് ഓട്ടോറിക്ഷ ചാടാൻ നോക്കി, ബൈക്കാരനെ ചാർജ് ചെയ്തിട്ട്. എനിക്കങ്ങനെ ഓട്ടോറിക്ഷ ഒന്നും ഇല്ലല്ലേ? ഓട്ടോറിക്ഷ ഒന്നുമില്ല, ചിലപ്പോ ഇങ്ങനെ സൈലന്റ് ആയി കിടന്നിട്ടായിരിക്കും ചാർജ് ചെയ്യുക. അതാണ് സമയം ഇങ്ങനെ നോക്കി വെക്കുകയാണ് അല്ലേ. അപ്പൊ ഇതാണ് പപ്പീസിന്റെ മദർ എന്ന് പറയുന്നത്. നന്നായിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പപ്പീസിനെ നന്നായിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പപ്പീനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പപ്പീന്റെ അടുത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കുറയ്ക്കുകയും ബാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് പപ്പീസിനെയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കോമ്പൗണ്ട് പ്രൊട്ടക്ഷൻ അസറ്റ് നമ്മളെ വീട്ടിലേക്ക് ശരിക്കും ഒരു സഫീഷ്യന്റ് ആണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മെയിൻ ആയിട്ട് ആവശ്യം ആരെങ്കിലും വന്ന് കുറയ്ക്കണം, ചാടണം, ഒന്ന് ചാർജ് ചെയ്ത് നിൽക്കണം, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ ക്വാളിറ്റീസും ഇവൾക്ക് ഉണ്ട്. അവൾ ആദ്യം തൊട്ട് ഞങ്ങൾക്ക് ആ കോമ്പൗണ്ടിൽ അയച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവള് ഒന്നിനെ അടുപ്പിക്കില്ല. ഫുൾ ആ ഒരു കോഴിക്ക് വല്ല രസമില്ല. കോഴിയും പൂച്ച എല്ലാത്തിനും കോഴിനെ കൊല്ലോ. കോഴി പിടിക്കും, പൂച്ചേനെയും പിടിക്കും. ആണോ? അപ്പൊ അത് കാരണത്താല് പഞ്ചായത്തിൽ നിന്ന് ഒരു പൂമ്പാറ്റ പോലെ ഉള്ളിൽ കയറൂലല്ലേ? നമ്മുടെ കോമ്പൗണ്ടിന്റെ ഉള്ളില് ഇവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരാള് വിടരുത്. ഞാൻ ഇങ്ങോട്ടേക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനേ നിങ്ങള് മെലിനോയ്സിനെ വളർത്താനായിട്ട് മെയിൻ ആയിട്ട് 2 കാരണങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, മെയിൻ്റെനൻസ്. അപ്പൊ അത് എന്താണ് മെലിനോയ്സിനെ വളർത്താൻ? മെലിനോയ്സിനെ ഞങ്ങള് ആദ്യം തൊട്ടേ നമ്മളെ വീട്ടില് ചെറുപ്പം തൊട്ടേ നായ്ക്കൾ ഉള്ളതാണ്. അപ്പോ പണ്ട് നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നാടൻ നായ്ക്കളായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കൊരു നമ്മളൊരു കസിന്റെ ഒരു ഡോബർമാനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോബർമാന് നല്ല സൗണ്ടും നല്ല ബാർക്കിംഗ് ഒക്കെ ഉണ്ട്. നല്ല ഇഷ്ടമായിരുന്നു ചെറുപ്പത്തില്. പക്ഷെ ഇതേപോലെ അസുഖങ്ങളും സ്കിൻ ഡിസീസും ഒക്കെ കൂടുതലാണല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ബാങ്കിൽ കയറിയിട്ട് എനിക്ക് സെക്കൻഡ് സാലറി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം മേടിച്ചത് നമ്മുടെ അന്ന് ഒരു സ്വപ്നത്തിലുള്ള ഒരു ഡോഗ് ജർമ്മൻ ഷെപ്പേർഡാണ്, 2008. അപ്പൊ അന്ന് നമ്മള് ജർമ്മൻ ഷെപ്പേർഡിന് സെക്കൻഡ് സാലറി കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് ജർമ്മൻ ഷെപ്പേർഡിനെയാണ് മേടിച്ചു കൊണ്ടുവന്നത്. അപ്പൊ അത് കുറെ നാൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ ഈ ഡിസീസസ് കൂടുതലായിരുന്നു, നമുക്ക് മെയിൻ്റെനൻസ് ടഫ്
കമ്പാരിറ്റീവ്ലി ടഫ് ആയിരുന്നു മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിലേക്ക് വന്നപ്പോ ഇത് ആക്ച്വലി വിക്കിയുടെ തന്നെ നമ്മുടെ ഒരു അവിനാശ് ചേട്ടൻ ഉണ്ടല്ലോ, നമ്മളെ സ്വന്തം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിനാശന്റെ വീഡിയോയില് ബെൽജിയം മൈൽനോയ്സ് അന്ന് നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ ആ സമയം അതെ 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 നല്ലൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ അതിൽ വന്നപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഒരു ഇഷ്ടം ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു ബെൽജിയം മൈൽനോയ്സ്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് അന്ന് പറ്റില്ല. പിന്നെ നമ്മൾ മേടിച്ചു കഴിഞ്ഞ് നല്ല ബ്ലഡ് ലൈൻ നോക്കിയിട്ട് തന്നെ മേടിച്ചേ. നമ്മൾ കാണുന്ന മെയിൻ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവരുടെ ലോ മെയിൻ്റെനൻസ് ആണ്. അപ്പൊ നമുക്ക് ഫുഡിനായാലും വലിയൊരു കോസ്റ്റോ അല്ലെങ്കിൽ ഒന്നുമില്ല. എന്ത് ഫുഡ് കൊടുത്താലും ആള് നന്നായിട്ട് കഴിച്ചോളും. വേറെ ഇന്ന ഫുഡ് വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഡാഡി പറയുന്നത് പോലെ എന്ത് കൊടുത്താലും ഇവര് ഈ ഒരു സൈസേ വരുള്ളൂ. പക്ഷെ നമ്മളെ ഫുഡ് മെയിൻ്റെനൻസ് നല്ല എളുപ്പമാണ്. പിന്നെ രണ്ടാമത് നമുക്ക് മാസത്തിലൊരിക്കൽ കോംബ് ചെയ്യുക, അതേപോലെ കുളിപ്പിക്കുക, ആ ഒരു ഇതേ വേണ്ടു. അപ്പൊ അത് വലിയൊരു ഗുണമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയൊരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കൂടി നമുക്ക് നമ്മുടേതായുള്ള ബേസിക് കാര്യങ്ങൾ ഇപ്പൊ ഒരു വീട്ടിൽ വളർത്തുമ്പോൾ നമ്മള് പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചാർജ് മോഡാവും. അവനിരിക്കാൻ പറഞ്ഞപ്പോൾ നല്ലതായല്ല പിടി എന്നെയാണോ നോക്കുന്നത്? അവള് പിടി എന്ന് പറഞ്ഞാൽ അവള് പിടിക്കും. ആരെങ്കിലും ഒരാള് സൗണ്ട് താഴ്ത്തണവരെ കുറച്ചുകൊണ്ട് ആ ഒരു രീതിയാണ് പുള്ളിയുടെ പൊതുവേ ഉള്ള ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയപ്പോ മെയിൻ ഗുണം മെയിൻ്റെനൻസ് ഇല്ല, അസുഖങ്ങളും ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ ഇവൾക്കിപ്പോ 2.5 വയസ്സായി. ഇപ്പൊ 2.5 വയസ്സ് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അത് ഭയങ്കര നമുക്കൊരു ഈസി മെയിൻ്റെനൻസ് എന്നുള്ള ഒരു ഇതില്. ഞാൻ ബാംഗ്ലൂർ, ഞാൻ ദൂരെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വീക്കെൻഡ്സിലെ വരുള്ളൂ. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ വീട്ടിലെ വൈഫുണ്ട്, ചെറിയ പിള്ളേരുണ്ട്, ഡാഡി മമ്മി എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളപ്പോ നമുക്കൊരു സേഫ് ആണ്. ബെൽജിയൻ മെൽനോയ്സ് എന്ന് പറഞ്ഞൊരു ബ്രീഡ് ഇപ്പൊ ഗാർഡിംഗ് പർപ്പസിന് എല്ലാ ആൾക്കാരും വളർത്തുന്നുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ മെയിൻ്റെനൻസിനെ കുറിച്ച് എത്ര ഫുഡ് കൊടുക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ എത്ര ഫുഡ് കൊടുക്കേണ്ടി ഒരു ദിവസം? ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാധാ ചോറും തന്നെയാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ചോറ് ചിക്കൻ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചിക്കൻ മേടിക്കും. ആഴ്ചയിൽ 2 പ്രാവശ്യം ചിക്കൻ മേടിക്കും. അപ്പൊ ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ മോർണിംഗിൽ ഒരേ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ചെയ്യുന്നത്, ഞാൻ സെക്കൻഡ് സാറ്റർഡേയും 4th സാറ്റർഡേയും ഹോളിഡേയ്സ് ആയിരുന്നു നമ്മൾ ബീഫിന്റെ ഇത് ഉണ്ടല്ലോ, എല്ലും അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കും. അപ്പൊ അത് അവൾക്ക് റോ ആയിട്ട് തന്നെ കൊടുക്കും നമ്മൾ. അപ്പൊ അവളത് കടിച്ച് സെറ്റാക്കി കൂടുതൽ ഇടുന്നോളും. അപ്പൊ അവൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഇതാണ് മെയിൻ ആയിട്ട് അവളുടെ ഒരു ഫുഡിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഈ ഡോഗിന് ഡ്രൈവ് കൂട്ടാനായിട്ട് നമ്മൾ ഈ റോ ചിക്കൻ ഫീഡ് ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. റോ ചിക്കൻ ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, പച്ചിറച്ചി കൊടുത്തു കഴിഞ്ഞാൽ ഡോഗ് ആളുകളെ കടിക്കും എന്നുള്ളത്. അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു സാധനം ഇല്ല. അല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഇവൾക്കായാലും ഞങ്ങൾ ചെയ്യാറ് ചിക്കൻ മേടിക്കുമ്പോ ചിക്കന്റെ 2 കാലുണ്ടല്ലോ, തൊട, അത് അങ്ങനെ തന്നെ ഇതിലെടുക്കും. നമ്മള് എടുത്ത് കൊണ്ടുവന്ന് അവൾക്ക് ആ പീസാക്കില്ല, അത് അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ ആ ചൂടോടെ കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 2 കടിക്ക് അവൾ അത് അകത്താക്കിയുള്ളൂ. ശരിക്കും ചിക്കൻ ഒരു 48 hours ഫ്രീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, ബെറ്റർ ആണ്, കുറച്ചുകൂടി നല്ലതാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളി. ടോട്ടൽ ഇപ്പൊ ഒരു ഡോഗിന് ഒരു ദിവസം എത്ര ഗ്രാം ടോട്ടൽ ക്വാണ്ടിറ്റി ഒന്ന് പറഞ്ഞല്ലോ? ടോട്ടൽ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ നമ്മളൊരു 2 ചിക്കനാണ് ഒരു വീക്കിലേക്ക് മേടിക്കുന്നത്. അപ്പൊ 2 കിലോന്റെ എന്ന് പറയുമ്പോൾ വീക്കിലി ഒരു 4 kg ആണ് വേണ്ടി വരുന്നത്. അപ്പൊ ഹാർഡ്ലി ഒരു ദിവസം നമുക്കൊരു ലെസ് ദാൻ ഒരു 1/2 കിലോ ചിക്കൻ്റെതായ ആവശ്യം വരുന്നത്. കുറച്ച് വെജിറ്റബിൾസ് ഒരു ദിവസം ഒരു ഡോഗിന് ഒരു 800 ഗ്രാം ഫുഡ് 800 ഗ്രാം ഫുഡ് എന്തായാലും അത്ര മതി അല്ലേ? അതെ അതെ അതെ. ക്യാരറ്റ് ഒരു ദിവസം 400 ഗ്രാം ചിക്കൻ. അത് ഏകദേശം ഇവർ കൊടുക്കുന്ന രീതിയാണ്. ഇപ്പോൾ ഈ ഡോഗിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ കണ്ടിട്ട് ഈ ഡോഗ് അടിപൊളിയാണ്, ഹെൽത്തിയാണ്, ഓവർ വെയിറ്റ് കയറ്റിയിട്ടില്ല. ഇപ്പം പപ്പിയായിട്ട് ഉടഞ്ഞു നിൽക്കുന്ന സമയമാണ്, അത് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഡോഗ് ഓവർ വെയിറ്റ് കയറ്റി ഉടഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ബെൻഡ് ചെയ്തായിട്ടും ഡോഗിന് തീരെ വീക്കായിട്ടൊക്കെയുള്ള സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. ഡോഗ് തീരെ വീക്കല്ല. ഇവർ പപ്പീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇവർ ആദ്യമായിട്ടാണ് ഒരു പപ്പീനെ ബ്രീഡ് ചെയ്തേക്കുന്നത്. ഇവർ അതിനാണെങ്കിലും പപ്പീസൊക്കെ ഹെൽത്തിയാണ്, ഓടാനും ചാടാനും താല്പര്യമുണ്ട്. പപ്പീസിൻ്റെ കോട്ടൊക്കെ നല്ല ഷൈനിങ് ആണ്, നല്ല കളറുള്ള പപ്പീസാണ്, നല്ല അടിപൊളിയായിട്ടുള്ള പപ്പീസാണ്. ഐഡിയൽ വെയിറ്റ് ആണ് പപ്പീസിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ഗാർഡിംഗ് പർപ്പസിന് നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഓടാനും ചാടാനും കുറച്ച് ഡ്രൈവുള്ള പപ്പീസൊക്കെ അടിപൊളി ഡോഗാണ്. ഇവരുടെ പപ്പീസും അടിപൊളിയായിട്ട് തന്നെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ബെൽജിയൻ മെലിന എന്ന് പറഞ്ഞൊരു ബ്രീഡ് നിങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 800 ഗ്രാം 600 ഗ്രാം ഫുഡ് കൊടുക്കാൻ നിങ്ങൾ പ്രിപ്പയർ ആണ്. അതിലൊരു 400 ഗ്രാം ചിക്കൻ, പിന്നെ ഒരു 100-200 ഗ്രാം കുറച്ച് വെജിറ്റബിൾസ് ചെയ്യും. 100-200 ഗ്രാം വെജിറ്റബിൾസ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കോഴിയൊക്കെ ഉണ്ട്, അത് കാരണം നമ്മൾ ഇന്ന് വരെ മുട്ട പുഴുങ്ങി അവൾക്ക് ഇട്ട് കൊടുക്കും. അവൾക്ക് ഇഷ്ടമാണ്.
നമുക്കെന്നും ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മുട്ട ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കൂട്ടിന്ന് പച്ചമുട്ടയും കൊടുക്കാറുണ്ട്. അധികം പുഴുങ്ങിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ പിന്നെ ഇവൾക്ക് ഇടയ്ക്ക് നമ്മൾ 2 ആഴ്ചക്ക് കൂടുമ്പോൾ മത്തി മേടിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഇവൾക്ക് കൊടുക്കാറുണ്ട്. ഈ ഫിഷ് മെയിൻ ആയിട്ട് ഡോഗ്സിന് മെയിൻ ആയിട്ട് ഗുണം വെച്ചാൽ സ്കിൻ കണ്ടീഷൻ നല്ല കണ്ടീഷൻ ആയിരിക്കും. ഇപ്പൊ ഫിഷില് ഒമേഗ കണ്ടന്റ് നന്നായിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ്സും നന്നായിട്ടുണ്ട്. നമുക്ക് വേറെ സപ്ലിമെന്റ്സിന്റെ ആവശ്യമില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് മത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്കിന്നൊക്കെ നല്ല കണ്ടീഷനിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കോട്ടിനും നല്ലതാണ്. പിന്നെ ഹാർട്ടിനും അതുപോലെ തന്നെ ബ്രെയിൻ്റെ ഹെൽത്തിനും. അതെ തീർച്ചയായും എല്ലാത്തിനും ടോട്ടൽ ഡോഗിന്റെ ഒരു ഡെവലപ്മെന്റിന് നല്ലൊരു കണ്ടന്റ് ആണ് ഈ ഫിഷ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ചെറുപ്പം മുതലേ ഫീഡ് ചെയ്യാറുണ്ടോ? നമ്മള് ഇടയ്ക്ക് മാസത്തിൽ എങ്ങനെയായാലും 2 പ്രാവശ്യം 3 പ്രാവശ്യം എങ്ങനെയാലും മത്തി കൊടുക്കുക അവൾക്ക്. അപ്പൊ കൊണ്ടുവന്ന പപ്പീസിനും ഫിഷ് ഫീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫിഷ് എന്തായാലും നല്ലതാണ്. കൊണ്ടുവന്ന പപ്പീസിനും ഫിഷ് ഫീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. തീർച്ചയായും. ഇപ്പൊ ഫിഷ് എന്ന് പറഞ്ഞാൽ അയക്കുറൊക്കെ വാങ്ങി കൊടുക്കണോ? ആവശ്യമില്ല. ഇവർക്ക് ഏറ്റവും നല്ലത് മുള്ളുള്ള നമ്മൾ നോർമൽ ചാള, അയില ഇങ്ങനത്തെ മീനുകളാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് ചാള അല്ലെങ്കിൽ മത്തി എന്ന് പറയുന്ന മീനാണ് ഏറ്റവും നല്ലത്. അതാണ് നമ്മൾ കൂടുതലും മുള്ളുള്ള മീനുകൾ. മത്തി എങ്ങനെ എത്ര ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യാറുള്ള സാധാരണ 1 കിലോ മേടിക്കും. 1 കിലോ മേടിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തേക്കോ മാക്സ് കിട്ടും. നമുക്ക് 2 ദിവസത്തേക്ക് കിട്ടും. അന്ന് ചിക്കൻ ഒഴിവാക്കിയിട്ട് മത്തിയാണ് കൊടുക്കുന്നത്. ചിക്കൻ ഒഴിവാക്കിയിട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ കിട്ടുന്ന ലെവലുള്ള ആയിട്ട് അങ്ങ് കൊടുത്താൽ മതി. മുള്ളൊരു പ്രശ്നമാവില്ലേ? മുള്ളൊരു പ്രശ്നമാവോ? മുള്ളൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഡോഗ്സ് അല്ലേ, അവർക്കൊക്കെ കടിച്ചു മുടിച്ച് സുഖമായിട്ട് തിന്നാൻ പറ്റുന്നതാണ്. ഫിഷ് ഇഷ്ടമാണ് ആൾക്ക്? ഫിഷ് ഇഷ്ടമാണ്. പപ്പീസിനും ഇഷ്ടമാണ്. പപ്പീസിന് കൊടുത്തു തുടങ്ങിയില്ല. ഇപ്പൊ പപ്പീസിന് 40 days ആയിട്ടുള്ളൂ. അപ്പൊ അത് കാരണം ഞങ്ങള് അടുത്തൊരു 45 days 50 days ആവുമ്പോൾ കൊടുത്തു തുടങ്ങാൻ. പപ്പീസിന് ആ സമയത്താണ് നമ്മൾ കൊണ്ടുവന്ന ആൾക്കാരും ഒരു 50 days കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ സെറ്റ് ആവും. അവരുടെ വയറൊക്കെ അതിനുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആട്ടോ. നിങ്ങൾ പപ്പീനെ കൊണ്ടുപോകുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് നിങ്ങൾ ഫിഷും കൂടി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പപ്പീസിന്റെ കോട്ടിനും ആണെങ്കിലും ഇനി ഡോഗിന്റെ കോട്ട് വളർന്നു വരുന്ന സമയത്ത് അവരുടെ കോട്ടിനാണെങ്കിലും അതുപോലെ തന്നെ സ്കിന്നിനാണെന്നുണ്ടെങ്കിലും അവരുടെ ബ്രെയിനാണെങ്കിലും ജോയിന്റിനാണെങ്കിലും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മസ്റ്റ് ഫീഡ് സംഭവമാണ് ഈ ഡോഗ്സിന്. ഇപ്പൊ ഇവര് ശരിക്കും ഒരു മാംസ ബുക്ക് ആണല്ലോ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങൾ വേണം അവർക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങള് ഇവിടുത്തെ ഇറച്ചിക്കടയിൽ നിന്ന് മേടിച്ച് നന്നായിട്ട് എല്ലും അവരുടെ പോത്തിന്റെ ഒക്കെ വാരിയല്ലുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ അവർ സുഖമായിട്ട് അത് കടിച്ച് നന്നായിട്ട് അതിന്റെ ഉള്ളിൽ മജ്ജുണ്ട്, അതേപോലെ കുറെ ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവർക്ക് ശരിക്കും നല്ലൊരു ഒരു സപ്ലിമെന്റ് ആണ്. വേറെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മെയിൻ ആയിട്ടൊരു കാര്യം ഇപ്പൊ ഈ സമയത്ത് പറയാനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർക്കുള്ള ഒരു തോന്നലാണ് റോ ഫീഡ് പച്ചറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡോഗ് ആളുകളെ കടിക്കും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഉണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. പച്ചറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളുകളെ കടിക്കില്ല. പക്ഷെ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമ്മൾ പച്ചറച്ച് കൊടുക്കുന്ന സമയത്ത് ഇവരിത് കടിച്ച് പറിച്ച് വലിച്ച് തിന്നണം. സാധാരണ പിന്നെ പുഴുങ്ങിയ ഇറച്ചി പെട്ടെന്ന് പൊട്ടി കിട്ടും. അതേപോലെ പച്ചിറച്ചി അങ്ങനെയല്ല, വലിച്ച് കടിച്ച് പറിച്ച് തിന്നണം. അപ്പൊ ആ ഒരു സമയത്ത് ഡ്രൈവ് ഡെവലപ്പ് ആവും. അതെ, ഡ്രൈവ് ഡെവലപ്പ് ആവും. അവർക്ക് അതിനുള്ള ഒരു ഇനബിലിറ്റി ഉണ്ടല്ലോ ഉള്ളില് എങ്ങനെയായാലും. ഇപ്പൊ ഇവര് പണ്ടൊക്കെ ശരിക്കും പറഞ്ഞൊരു വന്യജീവി പോലത്തെ ഒരു സംഭവം തന്നെയാണല്ലോ നായ്ക്കൾ എന്ന് പറയുന്നത്. മനുഷ്യനെ ഇണക്കി വളർത്തിയെടുത്തതല്ലേ. നമ്മള് ശരിക്കും ഇതിന്റെ ഒരു ഇൻസ്റ്റിക്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഡെലിവറിയുടെ സമയത്ത് നമ്മളിപ്പോ ഫസ്റ്റ് ടൈം ആണ് ബ്രീഡ് ചെയ്യിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറയുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം. എപ്പോ അഴിച്ചിട്ടാലും ഏതെങ്കിലും തെങ്ങും കുഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് മാന്തി ഒരു പൊത്ത് പോലെയാക്കും. അവളങ്ങനെ തന്നെ സെറ്റ് ചെയ്യായിരുന്നു. അപ്പോ അത് അവരുടെ നാച്ചുറൽ ആയിട്ട് നേച്ചറാണ്. ഈവൻ ഇപ്പൊ നമ്മളായാലും നമ്മുടെ വീട്ടില് മറ്റോണുള്ള കൂടാണ്, കോൺക്രീറ്റ് ചെയ്ത് ചുമരൊക്കെ വെച്ചുള്ള കൂടാണ്. അപ്പൊ ആ കൂട്ടിലായാലും ഇവള് മാന്തി താഴെ മാന്തി ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ കിടന്നിട്ടാണ് ഡെലിവറി ഒക്കെ ഉണ്ടായത്. അപ്പൊ അത് ഇവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ നമ്മള് മനുഷ്യനെ ഇണക്കി വളർത്തിയെടുത്ത് പിന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. പിന്നെ ചെറിയ മൂവ്മെന്റ് പോലും അവള് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്ക് പുള്ളിക്കാരന്റെ അടുത്തേക്ക് പോകാനോ പുള്ളിക്കാരനെ ടച്ച് ചെയ്യാനോ പറ്റില്ല. ഡോഗ് കടിക്കും, യാതൊരു സംശയമില്ല. പുള്ളിക്കാരനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മാത്രമല്ല, കോമ്പൗണ്ട് പ്രൊട്ടക്ഷൻ, ഓണറെ പ്രൊട്ടക്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും പുള്ളിക്കാരിൻ്റെതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി അത് വിട്ടു തരില്ല. ഇതൊക്കെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡോഗിന് പ്രസന്റ് ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ ഇതാണ് ഈ ബെൽജിയൻ മെലിനോ എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ വളർത്തിയുള്ള ഗുണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പപ്പീസിനെ കാണുന്നില്ലേ, 40 ദിവസം പ്രായമുള്ള പപ്പീസാണ് കേട്ടോ. 40 ദിവസത്തിലും അവൾ ഫീഡ് ചെയ്യാൻ നിന്ന് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കടിയും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവൾ നിൽക്കുന്നുണ്ട്.
നന്നായിട്ട് പപ്പീസിനെ അവള് നോക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവള് നന്നായിട്ട് കെയർ ചെയ്യുന്ന ഡോഗാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിയുടെ സമയത്ത് നമ്മൾ ഫസ്റ്റ് ടൈം ബ്രീഡ് ചെയ്യുന്നതിനും അത്യാവശ്യം നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ഒരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചു നാൾ മുമ്പ് ലിറ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലിറ്റർ ഇറങ്ങിയതിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം 6 കുട്ടികളുണ്ടായിരുന്നു. 2 കുട്ടികളെ പട്ടി അപ്പൊ തന്നെ കടിച്ചിരുന്നു. മദർ ഡോഗ് അപ്പൊ തന്നെ കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 4 മര്യാദയ്ക്ക് നോക്കുന്നില്ല. പക്ഷെ ഇവളുടെ കാര്യത്തില് അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ആദ്യമായിട്ട് ബ്രീഡ് ചെയ്യാണ്, എന്താ സംഭവിക്കാൻ പോകുന്ന നമുക്കൊരു ആകാംക്ഷയുണ്ട്. പിന്നെ ഇവരുടെ ഇത് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല, എന്നാണ് ഡെലിവറി ആവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഗോഡ്സ് ഗ്രേസ് എന്താ പറയാ, ശരിക്കും നമ്മൾ ഒരു ദിവസം നമുക്കൊരു ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ വീട്ടിലുണ്ടായി വൈകുന്നേരം ഒരു 1 മണി വരെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നും കണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗിൽ വന്ന് 5 മണി 5:30 ഇപ്പോൾ വാതിൽ തുറന്ന് വീടിൻ്റെ പപ്പികളുടെ ശബ്ദം കേൾക്കാണ്ട്. അപ്പോൾ മനസ്സിലായി ലിറ്റർ ഇറങ്ങി എന്നുള്ളത്. അപ്പോൾ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ 9 കുട്ടികളുണ്ട്. 9 എണ്ണത്തിനെ ഇവള് നന്നായിട്ട് കെയർ ചെയ്ത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇതായിട്ട് കിടക്കുകയാണ് അവള്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നമുക്ക് ആ ഒരു നിമിഷം കാണുന്ന ഏതൊരു ബ്രീഡറെ അല്ലെങ്കിൽ അതുപോലെ നമുക്കൊരു സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സത്യമാണ്. പിന്നെ ഇവളും നല്ല ഒരു കെയറിങ് ആണ്. ഇപ്പൊ ഇവള് പപ്പീസ് കുറച്ച് ആദ്യത്തെ കുട്ടികൾ അവർക്ക് കണ്ണ് കാണില്ലല്ലോ ആദ്യത്തെ കുറച്ച് 14 ദിവസം. അപ്പോൾ മാറിപ്പോയി കിടന്നു കഴിയുമ്പോൾ ഞാൻ ഒരെണ്ണത്തിനെ പിടിച്ചിങ്ങനെ മാറ്റുമ്പോൾ ഇവള് എന്റെ കൈമിങ്ങനെ കപ്പിയിട്ട് കടിച്ച് താഴ്ത്തണമെന്നില്ല, ഞങ്ങൾ കൈ പിടിച്ചിരുന്നു. അപ്പൊ ഞാൻ പപ്പിനെ താഴെ വെച്ചപ്പോ അവള് നമ്മളെ കൈയും റിലീസ് ചെയ്തു. പപ്പിനെ അവള് നന്നായി നോക്കും. വേറെ ആരും ഇന്റർവെൻസ് ചെയ്യണ്ട, അതെ വേറെ ആരും ഇന്റർവെൻസ് ചെയ്യേണ്ടെന്നാണ് അവളുടെ ഒരു ഇത്. അപ്പൊ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും അവള് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ 25 ഡേയ്സ് കഴിഞ്ഞപ്പോ പിന്നെ റോയൽ കനൈൻ ഫീഡ് ചെയ്ത് തുടങ്ങി. അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓരോ പപ്പിയും അടിപൊളിയാട്ടോ, ഒന്നിനൊന്ന് മികച്ച പപ്പീസാണ്. എല്ലാ പപ്പീസ് 8 പപ്പീസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ പിടിച്ചിരുത്തി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പപ്പീസും ചെതറി ഓടും. അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം, സ്പെഷ്യലി ഉള്ള. ഓക്കെ, ഇത് ഡ്യൂറോൺ കളറാണ്, നല്ല രസമുള്ള കളറാണ്. എല്ലാ പപ്പീസിനും ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ. കോട്ടൊക്കെ നല്ലൊരു ഷൈനിങ് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നത്. എന്താ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ സീക്രട്ട് ഉണ്ടോ? എന്തെങ്കിലും സ്പെഷ്യൽ സീക്രട്ട് ഉണ്ടോ? നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഫുഡിന്റെ റോയൽ കനൈൻ്റെതാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗുണമുണ്ട് മെയിൻ ആയിട്ട്. അതാണ് അത് പിന്നെ പപ്പി സ്റ്റേജ് ഫസ്റ്റിന്റെ മിൽക്ക് അതും ഫീഡ് ചെയ്തിരുന്നു. ഓക്കെ, ഒരു പപ്പിക്ക് ഓവർ വെയിറ്റ് ഇല്ല കേട്ടോ. എല്ലാ പപ്പീസിനെയും ഗുണ്ടുമണികളാക്കിയിട്ടില്ല. പുള്ളി ഒരു ബ്രീഡർ അല്ല, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പുള്ളിന്റെ വീട്ടിലുള്ള ആകെയുള്ള ഒരു ഫീമെയിൽ ആണ്. അപ്പൊ പുള്ളി അതിൽ ആദ്യമായിട്ട് 2 ഹീറ്റ് സ്കിപ്പ് ചെയ്തു, 3ാമത്തെ യൂസ് ചെയ്തു. അപ്പോൾ 3ാമത്തെ ഹീറ്റ് യൂസ് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് യൂസ് ചെയ്താണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം 3 ഹീറ്റ് ഒരുമിച്ച് സ്കിപ്പ് ചെയ്യാൻ പൊതുവെ ബ്രീഡേഴ്സ് ആരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ സജസ്റ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ പുള്ളി 3ാമത്തേൽ യൂസ് ചെയ്തായിരിക്കും. അപ്പം അങ്ങനെ വന്ന പപ്പീസാണ്. അപ്പോൾ ഇതിൽ ഡ്യൂറോൺ കളറാണ്. അപ്പോൾ പുള്ളി യൂസ് ചെയ്തേക്കണത് നല്ല മെയിലാണ്. നമ്മൾ അറിയാലോ, വിയറ്റ്നാം ഇമ്പോർട്ട് ആയിട്ടുള്ള പുള്ള് എന്ന് പറയുന്ന മെയിലാണ്. അപ്പോൾ ആ മെയില് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇപ്പോൾ പുള്ള് തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ 1-2 ഗംഭീരമായിട്ടുള്ള മെയിലുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ ആ മെയിലുകളെ പേര് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. ഇപ്പോൾ ഡ്യൂറോൺ കളറാണ്. ഇനി ഫോൺ കളർ, പഴയ ഒരു മെലിൻ്റെ കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതാ പുള്ളിക്കാരൻ്റെ കയ്യിലേക്ക് ഒന്ന് നോക്കിയോ, അടിപൊളിയായിട്ടുള്ള കളറാണ്. അതാ ഞാൻ ഒരു പപ്പിനെ പിടിക്കാം കൊണ്ടാ, അല്ല അതിന് നിങ്ങൾ കാണിച്ചു കൊടുത്തോ, ഇതിനെ ഞാൻ പിടിക്കാം. ഓക്കെ, ഇതാ ഓക്കെ തന്നോ. നിങ്ങൾക്ക് ഇനി അടുത്ത് നിങ്ങൾക്ക് വേണ്ടതൊരു പഴയ ടൈപ്പ് ഫോൺ കളർ പപ്പിയാണ് നിങ്ങൾക്ക് ആവശ്യം. ഫോൺ വിത്ത് ബ്ലാക്ക് മാസ്ക്, നമ്മളെ പഴയ ടൈപ്പ് കളറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് അവനെ നോക്കിക്കോ. അതും രസമുള്ള പപ്പിയാണ് കേട്ടോ, നല്ല രസമുള്ള പപ്പിയാണ്. എല്ലാ പപ്പീസും 40 ദിവസം എന്ന് പറഞ്ഞൊരു 3.5-4 കിലോ വെയിറ്റ് എല്ലാ പപ്പീസിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പപ്പീൻ്റെയും കാല് ബെൻഡാകാനൊന്നും സാധ്യതയില്ല. നിങ്ങൾ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ വളർത്തിയാൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഫുഡ് വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് മുട്ട അല്ലെ, അത് സംഭവങ്ങളൊക്കെ പപ്പീസിന് ഫീഡ്. മുട്ട എപ്പോഴാണ് ഫീഡ് ചെയ്യുന്നത്? മുട്ട ജസ്റ്റ് രാവിലെ വെള്ളം മാത്രം, മുട്ടയുടെ വെള്ളം മാത്രം, മഞ്ഞ കൊടുക്കില്ല. മഞ്ഞ കൊടുക്കില്ല, വെള്ളം മാത്രം. അത് പതുക്കെ ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കും. ഭയങ്കര നഷ്ടാവില്ല നിങ്ങൾക്ക്. വെള്ളം മഞ്ഞ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഇടക്കെല്ലാം കൊടുക്കാലോ. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക്. അതിന്റെ ബാക്കി പ്രശ്നമൊന്നുമില്ല. അപ്പം നാച്ചുറൽ ആയിട്ട് പ്രോട്ടീൻ കിട്ടേണ്ട എല്ലാ സോഴ്സിൽ നിന്നും പുള്ളിക്കാരൻ അത് പപ്പീസിൽ എത്തിച്ചിട്ടുണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നുണ്ട് മക്കളെ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾ മെനക്കെട്ട് പപ്പീനെ നോക്കിയിട്ടുണ്ട്, മോശമായിരുന്നു വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കൊണ്ടുപോയാൽ മതി. പിന്നെ പപ്പീൻ്റെ ഡ്രൈവൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് ഓടാനും ചാടാനൊക്കെ താല്പര്യമുള്ള പപ്പീസാണ്. പക്ഷേ അത്യാവശ്യം വെയിലത്താണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പപ്പീസ് ഇത്രയൊക്കെ പിടിച്ച് നിന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നല്ല ക്ഷമയാണ് കേട്ടോ, നല്ല ക്ഷമയാണ്. പിന്നെ പപ്പീൻ്റെ ഇയറൊക്കെ അത്യാവശ്യം നല്ല തിക്കാണ്. ഇറക്കെ പൊന്തി നല്ല പോയിന്റ് ചെയ്ത് നമ്മളെ മദർ ഡോഗിനെ കണ്ട പോലെ നല്ല പോയിന്റ് ചെയ്ത് നിൽക്കും. അതിന് കുറച്ചൊരു 10-20 ദിവസം സമയം എടുക്കും. അപ്പോഴത്തേക്ക് ഇറക്കെ പൊന്തി തുടങ്ങും. പിന്നെ നിങ്ങൾ ഇപ്പോൾ കാണുന്നൊരു ക്യൂട്ട്നെസ് ഇല്ലേ, ഇനി കുറച്ച് ഒരു 10 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് പപ്പീസ് ഒന്നും കൂടി ജങ്ക് പപ്പീസാണ് കേട്ടോ.
നിങ്ങൾ വരുന്ന സമയത്ത് ഗംഭീര ഉഷാർ ഓടി കളിക്കുന്ന നല്ല മസിൽസ് ഒക്കെ ഉള്ള സൂപ്പർ പപ്പീസോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉഷാർ പപ്പീസ് ആവട്ടോ. ഒരു 10 ദിവസം കൊണ്ട് പപ്പീസിന് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? നമ്മൾ തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഒരു 5 to 6 കിലോമീറ്റേഴ്സ്. തിരൂർ എന്ന് പറയും പ്രോപ്പർ സ്ഥലം. മുളകുന്നത്ത് മെഡിക്കൽ കോളേജ്. മലപ്പുറത്തല്ലേ? അല്ല, തൃശ്ശൂർ ഒരു തിരൂരുണ്ട്. അതാണ് ഇവിടെ. അതെ അതെ അതെ, എല്ലാരും പറയാ തൃശ്ശൂർ തിരൂർ എന്ന് പറയാ. നമ്മളെ വിയൂര് സെൻട്രൽ ജയിൽ കഴിഞ്ഞ് മുളകുന്നത്തുകാവ് എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് അത്. മേലെന്ന് വരുമ്പോ അതെ, തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് അങ്ങനെ തൃശ്ശൂർ ടൗൺ കഴിഞ്ഞിട്ട് ഒരു 5 to 6 കിലോമീറ്റേഴ്സ്. ഇത് വേറെ തന്നെ റൂട്ടാന്ന് തോന്നുന്നല്ലേ? ഇത് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർക്ക് പോകുന്ന റൂട്ടാണ്. ഓക്കെ, അതിന്റെ ചൂടുണ്ട് കേട്ടോ. ഓ, ഷൊർണൂർ എന്നുള്ള പേര് വന്നപ്പോഴാണ് എനിക്ക് സമാധാനം. എങ്ങനെയാണ് ഈ ചൂട് ഇവിടെ എത്തണേന്നുള്ളതാണ് ആ ഒരു സമാധാനം. കുറച്ച് ചൂട് കൂടുതലുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് പപ്പീസിന് ഇപ്പൊ മദറിന് ഈ ഒരു ചൂടൊക്കെ താങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഉച്ചനേരത്ത് നന്നായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് ടൈലിട്ട സ്ഥലത്താണ് ഇവരെ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ടൈലിട്ട സ്ഥലം ഒന്ന് പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കും. അപ്പൊ ഓടിന്റെ ടൈലല്ലേ? ഓടിന്റെ ടൈലിട്ടിരിക്കുന്നത്. പിന്നെ നമ്മള് അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ പതുക്കെ ഒന്ന് താഴെ നിന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ കിടക്കയിൽ കമ്മന്ന് കിടക്കുന്ന പോലെ അവർക്ക് ഇടുന്നുള്ളൂ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ തീരെ ഒതുങ്ങി നിന്ന് തരുന്നില്ല കേട്ടോ. ഇവന് ചൂട് തീരെ ഇഷ്ടമാകുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും പപ്പീസ് നമ്മുടെ ഒരു ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വളർന്നു വന്നിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് ക്ലൈമറ്റിൽ അത്യാവശ്യം എന്ന് വെച്ചാൽ ചൂടത്ത് കൊണ്ടുപോയി ഡോഗിനെ വളർത്തിക്കുമെന്നുള്ള അല്ലാട്ടോ ഞാൻ പറയണേ. അവർക്ക് അത്യാവശ്യം ഷെയ്ഡ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ ഡോഗിനെ കീപ്പ് ചെയ്യണം. പപ്പീസിനെ കൊണ്ടായാലും കീപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചൂടും തണുപ്പൊക്കെ താങ്ങുന്ന കഴിവുള്ള പപ്പീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റിൽ വളർന്ന പപ്പീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അസുഖങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് അതാ കണ്ടു. ഒരു ഡിസീസസ് ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ മെലനോയ്സിനെ വളർത്തി തുടങ്ങിയിട്ട് 2.5 വർഷമായി. ഇതുവരെ നമുക്കൊരു ഹോസ്പിറ്റലോ അങ്ങനെ ഒന്നും വേണ്ടി വന്നിട്ടില്ല. നമുക്ക് ആകെ ഇഞ്ചക്ഷന്റെ റെഗുലർ ആയിട്ട് 1 ഇയറിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷന് വേണ്ടി മാത്രമേ നമുക്ക് ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഇതിന്റെ ആവശ്യം വേണ്ടി അല്ലാണ്ട് വേറെ ഒന്നിനും ആവശ്യം വേണ്ടി വന്നിട്ടില്ല. ഡിവാമിങ് രണ്ടാമത്തെ ഡിവാമിങ്ങും കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോ 45 ഡേയ്സിന്റെ ഇഞ്ചക്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഇഞ്ചക്ഷൻ അതും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. അവര് വന്ന് KCIയുടെ ആൾക്കാർ വന്നിട്ട് നോക്കി ഇൻസ്പെക്ഷൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പേപ്പർ ഒരു നോർമലി 2 months എടുക്കുന്നുണ്ട് കിട്ടാൻ. കൊണ്ടാലും പപ്പീസിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് പുള്ളിക്കാരൻ കൊറിയറായിട്ട് അയച്ചിട്ട്. ഇനി പപ്പിനെ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടെ, ഇപ്പൊ മക്കളൊക്കെ പുറത്താണ്, വീട്ടിൽ അപ്പനമ്മയ്ക്കും വന്ന് കളക്ട് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഓൾ കേരള എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഇന്ത്യയിലും അറേഞ്ച് ചെയ്യാവുന്നതാണ്. പ്രശ്നം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ടീമിന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ പപ്പീനെ ഡെലിവറി ചെയ്യുന്ന ടീമിന്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് 2-3 ആൾക്കാരെ തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന അവർക്ക് നമുക്ക് നോക്കിയിട്ട് ഇതായിട്ട് കൊടുക്കാം. കുറെ ആൾക്കാർ എനിക്ക് തോന്നുന്നു പ്രിഫർ ചെയ്യുന്നത് വന്ന് പപ്പീസിനെ മൊത്തത്തിൽ കണ്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾ കേരളത്തിൽ തൃശ്ശൂർ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു പുതിയതായിട്ടൊരു മെമ്പറിനെ നിങ്ങൾ കളക്ട് ചെയ്യണം. അപ്പൊ അതിനെ പരമാവധി അതിന്റെ ഓണറടുത്ത് പോയി കളക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് തന്നെയാണ് ഫസ്റ്റ് ഏറ്റവും നല്ല. ഞങ്ങൾ ഇവളനെ മേടിക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് മദറിനെ കണ്ട്, മദറിന്റെ ടെമ്പർമെന്റ് കണ്ടു, അവളുടെ ആ ഒരു ആക്ടിവിറ്റി ലെവൽ കണ്ട്, പിന്നെ ഞങ്ങളന്ന് മേടിക്കുമ്പോൾ ഒരു 7 പപ്പീസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ സെലക്ട് ചെയ്തത്. അപ്പൊ അന്ന് ഞാനും എന്റെ ബ്രദറിന്റെ മക്കള് അങ്ങനെ എല്ലാവരും കൂടി പോയിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു പണ്ടത്തെ പോലെ വെറുതെ ഒരു കൂട്ടിലിട്ട് വളർത്താനല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും നമ്മളൊരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു ഇതിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ആ മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റിപ്ലൈ സൂപ്പർ ആയിട്ടോ. അല്ല, നമ്മള് പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ബിസി ഷെഡ്യൂളാണ്. പിന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായുള്ള എക്സ്പ്രഷൻസ്, ജെന്യുവിൻ എക്സ്പ്രഷൻസ്, ഇപ്പൊ ഇവരെന്നെ സ്നേഹിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വീക്കെൻഡ്സിലാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ എന്റെ ഒരു പോക്കറ്റ് വഴിയാണ് ഗേറ്റ്, അവിടുന്ന് പോക്കറ്റ് വഴി തിരിയുമ്പോഴേക്കും എന്റെ നിക്കി അവിടെ കിടന്ന് ചാടി തുടങ്ങും. ഫീമെയിൽ ഡോഗ് കിടന്ന് ചാടി തുടങ്ങും. അപ്പൊ അവളുടെ അടുത്ത് പോയി അവളെ ഒന്ന് എന്തടി എന്നൊക്കെ ചോദിച്ച് എന്തെങ്കിലും ചെയ്യുന്നവരെ അവള് ഇത് ചെയ്യും. അപ്പൊ നമ്മള് സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് സ്നേഹം നമുക്ക് കിട്ടും. അപ്പോ അങ്ങനെയുള്ള ഒരു മെമ്പറിനെയാണല്ലോ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ നമ്മൾ കൂട്ടിലിട്ട് വളർത്താനുള്ള ഒരു രീതിയിലല്ല. ആൾക്കാരുടെ രീതിയായിരുന്നു അത്. മാറിയിട്ടുണ്ട്. ഇപ്പത്തെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഇപ്പം നാളെ ഞാൻ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റീലിൽ ഞാൻ പറഞ്ഞു ഡോഗ് 3 മാസം കഴിഞ്ഞിട്ടാണ് അതിന്റെ ഓണറെ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അതിൽ കമന്റ് വന്നു, ഓണർ അല്ല മാൻ, പാരന്റ്. കാലം മാറി, ആളുകളുടെ മൈൻഡ് സെറ്റ് മാറി. അപ്പൊ കണ്ടപ്പോ സത്യത്തിൽ എനിക്കും അത് ഓക്കെ, അത് എന്റെ സൈഡ്. കാരണം ലീഗലി ടെക്നിക്കലി ഒക്കെ പറയുന്നത് നമുക്ക് ഡോഗിന് ഓണർഷിപ്പ് പുള്ളിക്കാണ്, അപ്പോൾ പുള്ളി ഓണറാണ്. പക്ഷെ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാരന്റ് എന്നുള്ള രൂപത്തിൽ ഡോഗിനെ അഡ്രസ് ചെയ്യണം അല്ലെ, ഒരു കുട്ടികളെ പോലെ വളർത്തുന്ന പോലെ വളർത്തണം എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ആൾക്കാർക്ക് വന്നു തുടങ്ങി. അപ്പം പപ്പിനെ കൊണ്ടുപോകുന്ന ആൾക്കാർ അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വന്ന് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് അത് പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല നമ്മുടെ വീട്ടിലെ പിള്ളേരും അവരൊക്കെയാണ് മെയിനായിട്ട് ഇവരെ പിന്നാലെ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെയുള്ളതിനെ ചൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പൊ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഏകദേശം സെന്റർ ആണ്. അപ്പൊ എവിടെ നിന്നുള്ളവർക്കും വരാനും എല്ലാം കൊണ്ടും എളുപ്പമാണ്. അപ്പൊ എങ്ങനെയാണെങ്കിൽ കൂടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരിക കേട്ടോ. അത് തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് ഞാൻ പറയുമ്പോൾ. ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുള്ളിക്കാരനെ എത്തിച്ചേരും. പരമാവധി അടുത്തൊക്കെയാണെങ്കിൽ പുള്ളിക്കാരൻ കൊണ്ടുതരും. ഓക്കെ, അപ്പോൾ സമയം നോക്കി സാഹചര്യം നോക്കി പുള്ളിക്കാരൻ എത്തി തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ പുള്ളിയുടെ ജോലിയും കാര്യങ്ങളൊക്കെ പരിഗണിക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഡിവോമിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടാ, പുള്ളി എന്ന് പറഞ്ഞൊരു പപ്പീസ് എന്താ കൊണ്ട് യൂസ് ചെയ്യാൻ കാരണം? പുള്ളി എന്നുള്ളത് മെയിനായിട്ട് നമ്മൾ കുറെ നാളായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലൊരു ഫേമസ് ബെൽജിയം മെൽനോയ്സിന്റെ ഒരു സ്റ്റഡ് ഡോഗ് ആണല്ലോ പുള്ളി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളായാലും നമ്മൾ പറഞ്ഞു 2 ഫസ്റ്റത്തെ ഹീറ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ 3rd ഹീറ്റ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും ക്വാളിറ്റി ഉള്ള പപ്പീസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഹാർഡ്ലി അവൻ്റെ അവിടേക്ക് അത്യാവശ്യം ദൂരമുണ്ട് എന്നുകൂടി അവിടേക്ക് കൊണ്ടുപോയി 2 പ്രാവശ്യം കൊണ്ടുപോയി MIT-ലെല്ലാം ചെയ്ത്. അതുകൊണ്ടാണ് ക്വാളിറ്റി പപ്പീസ് നമുക്ക് വേണം. അതാണ് മെയിൻ ആയിട്ട്. അതെ, അത് നമുക്ക് ആരും മോശം പറയാൻ പാടില്ല. നല്ല എന്താ പറയുക, നല്ല അഭിപ്രായം കേൾക്കണം. അതാണ്. അപ്പൊ നല്ല ക്വാളിറ്റി പപ്പിക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് വിളിച്ച് നോക്കുക. നല്ല ക്വാളിറ്റി പപ്പീസാണ്, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പപ്പീസാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്ലഡ് ലൈനിൽ ഫീമെയിലും അത്യാവശ്യം നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളൊരു ഡോഗ് മെയിലും ആയിട്ട് വന്ന കോമ്പിനേഷനിലുള്ള പപ്പീസാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ ഡയറക്റ്റ് വിളിച്ചോ. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട്, ബെൽജിയം മെലിനോയുടെ വീഡിയോ ആയിട്ട്, പപ്പീസിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ എല്ലാം വെച്ചാൽ ചേട്ടാ ഒരു ബൈ കൊടുത്തേ. ബൈ.